Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC ബാർ. ഞാൻ ചിക്കുമോൻ ഫിൽ. അപ്പോൾ നമുക്ക് CSEBയുടെ എക്സാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത എക്സാം നമ്മൾ ജൂൺ ജൂലൈ മാസത്തേക്ക് എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഏറെക്കുറെ ഒരു 60-90 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പം ഈ ഒരു ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താം? അപ്പോൾ ആ ഒരു പ്ലാനോട് കൂടി നമ്മൾ നമ്മുടെ പുതിയ തുടക്കമാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിന്ന് കോപ്പറേറ്റീവ് ലോയിലെ ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ CSEBക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്തേക്കാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഏതാണെന്നാണ് ചോദ്യം. അത് നമുക്ക് ഓപ്ഷൻസ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം 1904 ആക്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് 1904 ആക്ട് ഇവിടെ രണ്ടെണ്ണമാണ് 1904 വന്നിരിക്കുന്നത്. ഒന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ഉണ്ട്, ഒന്ന് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സംശയവും വേണ്ടതാണ് നമ്മുടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ് ശരിയായ ഉത്തരം. നമുക്കറിയാം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമായിരുന്നു ഈ ഒരു ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിന് കാരണമായിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഫെഡറിക് നിക്കോൾസന്റെ ഫൈൻഡ് റേഫിസൺ എന്ന റിപ്പോർട്ട്, അതുകൂടാതെ ഡ്യൂപ്പർനിക്സിന്റെ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന പുസ്തകം, ഫാമിൻ കമ്മീഷൻ റിപ്പോർട്ട് എന്നിവയായിരുന്നു. ഇനി ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേര് എഡ്വേർഡ് ലോ കമ്മിറ്റി എന്നായിരുന്നു. ഈ എഡ്വേർഡ് ലോ കമ്മിറ്റിയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇത്തിരി മുന്നേ പറഞ്ഞ ആളുകൾ തന്നെ. ഒന്ന് ഡ്യൂപ്പർനിക്സ് ഉണ്ട്, ഫെഡറിക് നിക്കോൾസൺ ഉണ്ട്, എഡ്വേർഡ് ലോ ആയിരുന്നു അതിന്റെ ചെയർമാൻ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 വാസ് ബേസ്ഡ് ഓൺ. നമ്മൾ വീണ്ടും 1904 ആക്ടിന്റെ ഒരു ചോദ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 1904 ആക്ടിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലോയിൽ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 1904 ആൻഡ് 1912 ആക്ടിനെ ഇൻഡെപ്തിൽ മനസ്സിലാക്കിയിട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആക്ട് ഏത് ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നതെന്നാണ് ചോദ്യം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഉണ്ട്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡന്റ് സൊസൈറ്റീസ് ആക്ട് 1852, ട്രേഡ് യൂണിയൻ ആക്ട്. നമുക്ക് ആൻസർ അറിയാം ഏതാണ്? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ 1904 ആക്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. 1904 പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ എ, ടു പ്രൊമോട്ട് പ്രൈവറ്റ് എന്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരുന്നു 1904 ആക്ട്. അല്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ വെട്ടിക്കളയാം. രണ്ടാമത്തെ ഓപ്ഷൻ, ടു പ്രൊവൈഡ് ഫോർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് സൊസൈറ്റിനെ രജിസ്റ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടുമാണ് എന്ന് പറഞ്ഞു. നോക്കാം, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ടു എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ എമോങ് അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് പുവർ പീപ്പിൾ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്താണ്? നമ്മൾ 1904 ആക്ടുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിയും സിയും ശരിയാണ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ബോത്ത് ബി ആൻഡ് സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 വാസ് കേം ഇൻ ടു ഫോഴ്സ് ഓൺ. എന്നാണ് 1904 ആക്ട് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. 25/9/1904 ഉണ്ട്, 25/5/1904 ഉണ്ട്, 25/3/1904, 25/6/1904. നമുക്കറിയാം എന്നാണ് വന്നിട്ടുള്ളത് 25 മാർച്ച് 1904. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 സൊസൈറ്റീസ് കണ്ടെയ്ൻ ഡാഷ് സെക്ഷൻ. നമ്മുടെ 1912 ആക്ടിന്റെ അകത്ത് എത്ര സെക്ഷനുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം 1904 ആക്ടിൽ എത്ര ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, എത്ര സെക്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്? 29 ആണെങ്കിൽ 1912 ആക്ടിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? എത്രയാണ്? 50 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓപ്ഷൻ ബി 50 സെക്ഷനുകളാണ്. അപ്പൊ നമ്മൾ 1904 ആക്ടിനെ കുറിച്ചും 1912 ആക്ടിനെ കുറിച്ചും ചെറിയ ഒരു ബ്രീഫ് ഓവർവ്യൂ നടത്തി.
ഇനി വരുന്ന എക്സാമുകൾക്ക് നമ്മൾ 1904 ആക്ടിൽ നിന്നും 1912 ആക്ടിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പോകുവാനായിട്ട്. കാരണം കുറച്ചുകൂടി ഇൻഡെപ്തിലുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഇത്രയും നാളും ആ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് 1904 ആക്ടിൽ നിന്നും 1912 ആക്ടിൽ നിന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1904 ആക്ടിനെയും 1912 ആക്ടിനെയും പഠിച്ചിട്ട് പോവുക. അപ്പൊ അങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു എക്സാം ബാച്ച് വരുന്നത്. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ 2 രീതിയിലാണ് ഇവിടെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ടോപ്പിക് വൈസ്, അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 1904 ആക്ട്, 1912 ആക്ട്, ഇതാണ് നമ്മുടെ ടോപ്പിക് എങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രീവിയസ് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ അതിന്റെ ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ നടത്തും. അതുപോലെ 1904 ആക്ടിന്റെയും അതേ രീതിയിൽ ചെയ്യും. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞ ഓരോ ടോപ്പിക് വൈസ് 1904 ആക്ട്, 1912 ആക്ട്, അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് നമുക്ക് പ്രീവിയസ് വന്ന ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അനലൈസ് ചെയ്യുന്നു. അതുകൂടാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതും വിത്ത് റിലേറ്റഡ് ഫാക്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ എക്സാം നോക്കുകയാണെങ്കിൽ 26-ാം തീയതി നടന്ന എക്സാം നോക്കുകയാണെങ്കിൽ കുറച്ചധികം ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. PYQ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അതുകൂടാതെ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും നമുക്കുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും അടുത്ത ഷോർട്ട് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നിങ്ങൾ നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ 90 ദിവസം പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8921440580. ഓക്കെ, ഇതൊക്കെ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്? ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണ്? താഴെ തന്നിട്ട് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫാർമേഴ്സ് സർവീസ് ബാങ്ക് ഉണ്ട്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ഏതാണ്? നമുക്കറിയാം അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഈ താഴെ തന്നിരിക്കുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദി സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദി KCS ആക്ട് മേ ഇൻക്ലൂഡ് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ്? സെക്ഷൻ 66 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സൂപ്പർവിഷന്റെ കീഴിൽ വരിക? ഓപ്ഷൻ എ വേരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദി സൊസൈറ്റി, ഓഡിറ്റുമായി നമുക്ക് പറയാൻ പറ്റുമോ? അടുത്തത് എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്സ് ഓഫ് ദി സൊസൈറ്റി. ഓപ്ഷൻ ഡി വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ഓഫ് ദി സൊസൈറ്റി. ഇതിന്റെ അകത്ത് നമുക്കറിയാം എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്സ് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓഡിറ്റുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഇനി നമ്മൾ വാല്യുവേഷൻ ഓഫ് അസറ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതാണ്? ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദി സൊസൈറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഫോർ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് പർപ്പസ് ദി കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഷാൽ ബി യൂട്ടിലൈസ്ഡ്? എന്താണ് ചോദ്യം? കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഓപ്ഷൻ എ ടു പേ സാലറി ടു ദി എംപ്ലോയീസ് ഓഫ് ദി സൊസൈറ്റി. ശരിയാണോ? ഈ ഒരു വെൽഫെയർ ഫണ്ട് കൊണ്ട് നമുക്ക് എംപ്ലോയീസിന് സാലറി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഫോർ ദി ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി അഗൈൻസ്റ്റ് എനി ലോസ്. ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ സി ടു റിഡീം ദി ഡെപ്റ്റ് ഓഫ് ദി ഡിസീസ്ഡ് ബോറോവർ ഓഫ് എ സൊസൈറ്റി. ഓപ്ഷൻ ഡി to refund the deposit of deceased depositors at the time of the liquidation of the society. ഇതിന്റെ അകത്ത് വെൽഫെയർ ഫണ്ട്, കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ഫോർ ദി ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് സേഫ് ഗാർഡിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി അഗൈൻസ്റ്റ് എനി ലോസ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദി വിജിലൻസ് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് ദി KCS ആക്ട് ഷാൽ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ്. എന്താണ് ചോദ്യം? വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 68A. സെക്ഷൻ 69A എന്താണ്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. ഈ ഒരു വിജിലൻസ് ഓഫീസർ ആരുടെ അധികാര പരിധിക്ക് കീഴിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗവൺമെന്റ് ഉണ്ട്, DCA ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. ആരുടെ അധികാര പരിധിക്ക് കീഴിലാണ്? രജിസ്ട്രാറുടെ അധികാര പരിധിക്ക് കീഴിലാണ് നമ്മുടെ വിജിലൻസ് ഓഫീസർ വരിക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സെക്ഷൻ 66B ഓഫ് ദി KCS ആക്ട്
ഡീൽസ് വിത്ത് നമുക്കറിയാം സെക്ഷൻ 66B ഓഫ് KCS ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പവർ ഓഫ് ദി രജിസ്ട്രാർ ടു ഗീവ് ഡിറക്ഷൻ, വിജിലൻസ് ഓഫീസർ, സൂപ്പർസെഷൻ ഓഫ് ഓഫീസർ, സർചാർജ് എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നമുക്കറിയാം സസ്പെൻഷൻ ഓഫ് ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ 66B വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദി ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ഓംബുഡ്സ്മാൻ ഷാൽ ബി dash years from the date of his entering into office or attaining the age of dash whichever is earlier. എന്താണ് ഓംബുഡ്സ്മാന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി എത്ര വർഷമാണ്? നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ സി 3 years and 65 years. അതായത് 3 വർഷം അല്ല എങ്കിൽ 65 വയസ്സ്. അതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അത്രയും കാലമായിരിക്കും അദ്ദേഹത്തിന്റെ ടേം ഓഫ് ഓഫീസ് ഉണ്ടായിരിക്കുക. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദി കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് ക്രിയേറ്റഡ് അണ്ടർ സെക്ഷൻ 57D ഓഫ് KCS ആക്ട് ഷാൽ ബി യൂസ്ഡ് ഫോർ. എന്താണ് ചോദ്യം? 57D പ്രകാരമുള്ള റിസ്ക് ഫണ്ട് എന്തിനുപയോഗിക്കാം? നമുക്ക് റിസ്ക് ഫണ്ട് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദി പർപ്പസ് ഓഫ് പ്രൊവൈഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ടു സൊസൈറ്റി എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റി. ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്ന ഫണ്ട് ഏതാണെന്ന് നമ്മളൊന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. അത് ഏത് ഫണ്ടാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റീസ് അഗൈൻസ്റ്റ് ലോസ് ഓർ ഡാമേജ് ടു ദെയർ അസറ്റ്. അടുത്തത് മീറ്റിംഗ് ദി ലോൺ ലയബിലിറ്റി ഓഫ് ദോസ് മെമ്പേഴ്സ് ഹു ഹാവ് അവെയിൽഡ് ലോൺ ഫ്രം ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഡൈഡ് വിത്തിൻ ദി റീപേയ്മെന്റ് പീരീഡ് ഓഫ് സച്ച് ലോൺ. എന്താണ്? നമ്മുടെ ലോൺ എടുത്തിട്ടുള്ള മെമ്പർ എന്ത് ചെയ്തു? റീപേയ്മെന്റ് കാലാവധിയിൽ മരിച്ചുപോയി. അപ്പൊ അത്തരം ലോണുകളിൽ നിന്നുണ്ടാവുന്ന ലയബിലിറ്റി അല്ലെങ്കിൽ അത്തരം ലോണുകളിൽ നിന്നുണ്ടാവുന്ന ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് ഫണ്ട് ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൽ ബി റെഫേർഡ് ടു. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആരുടെ അടുത്താണ് ഫയൽ ചെയ്യുന്നത്? നമുക്ക് ട്രിബ്യൂണൽ ഉണ്ട്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, ആർബിട്രേറ്റർ ഉണ്ട്. നമുക്ക് ഡിസ്പ്യൂട്ടുകളെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. മോണിറ്ററി ഡിസ്പ്യൂട്ട് എവിടെയാണ്? RCSന്റെ അടുത്തും. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ എവിടെയാണ്? ഓംബുഡ്സ്മാന്റെ അടുത്തുമാണ് പോകുന്നത്. അടുത്ത ചോദ്യം, ഡാഷ് ഓഫ് ദി പോസ്റ്റ് ഓഫ് എംപ്ലോയി ഷാൽ ബി റിസർവ് ഫോർ ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺ. ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പോസ്റ്റുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 4 പോസ്റ്റ്. അതായത് ഒരു സൊസൈറ്റിയിലെ 4 പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഓൺ ഫണ്ട് ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ സ്വന്തം ഫണ്ട് ഓൺ ഫണ്ടിൽ പെടാത്തത് ഏതാണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്താണ്? ഓൺ ഫണ്ട് ആണ്. റിസർവ് ഫണ്ട് ഓൺ ഫണ്ട് ആണ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് റിസർവ്. അടുത്തത് ക്യാപിറ്റൽ റിസർവ്. ഇതിലേതാണ്? അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓപ്ഷൻ സി ബാഡ് ആൻഡ് ഡെപ്റ്റ്സ് റിസർവ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് റിസർവ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓൺ ഫണ്ടിൽ പെടാത്തത്. അപ്പം നമ്മളെ സംബന്ധിച്ച് CSE ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇനിയും മുൻപിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അവസരങ്ങൾ നമ്മൾ ആദ്യ റാങ്കിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് GK, ഇംഗ്ലീഷ്, മാത്സിന് ടോപ്പ് സ്കോർ മേടിച്ചേ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ CC ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ GKക്ക് നമുക്ക് 10ൽ 10 മാർക്ക് മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് നമ്മുടെ ഒരു ആപ്ലിക്കേഷനകത്ത് ഉണ്ടായിരിക്കും. ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ GKയുമായി ബന്ധപ്പെട്ട ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് GKക്ക് ഫുൾ മാർക്ക് മേടിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ഒരു ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. അപ്പൊ നോക്കാം, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്